ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, ഇന്ന് നമ്മുടെ കല്യാണ പർച്ചേസിങ്ങിനായിട്ട് പോവുകയാണ്. അപ്പം ഞാനും ചേച്ചിയും ചേട്ടനും കൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് നമ്മുടെ കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള SM സിൽക്സിലാണ് പോകുന്നത്. കോട്ടയംകാർക്ക് പിന്നെ SM സിൽക്സിനെ പറ്റി എടുത്ത് പറയേണ്ട എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമ്മൾ പോകുന്നത് ബസ്സിലാണ് കേട്ടോ. അന്നേരമാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. ആൾ അവിടെ ഇരുന്നത് ആ ഡ്രൈവറേറ്റ് ഓടിക്കുന്ന പോലെ തന്നെ കണ്ട് ശ്രദ്ധിച്ചിരുന്ന് വണ്ടി ഓടിക്കുകയാണ് കേട്ടോ. ആൾ ഗിയർ ചേഞ്ച് മാറ്റുന്നതിനനുസരിച്ച് ഇവരും അവിടെ ഇരുന്ന് ഗിയർ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ. നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെയാണ് അവരും ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ആളുടെ അച്ഛൻ പറഞ്ഞത് ആളൊരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവറാണ്, അപ്പോൾ അവനും വണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് പിന്നെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ SMലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്നത് ഒരു 10:30 10:45 ആ ഒരു ടൈം കണ്ടാണ് വന്നത്. രാവിലെ ആയെങ്കിലും അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു അവിടെ. നമ്മൾ നേരെ കയ്യോടെ തന്നെ സാരി സെക്ഷനിലോട്ടാണ് പോയത്. കാരണം നമുക്ക് സാരി എടുത്തിട്ട് ബാക്കി പർച്ചേസ് ചെയ്യാമെന്നാണ് ആദ്യം നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നേരെ സാരി സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആദ്യം 1-2 സാരീസൊക്കെ നമ്മുടെ ആ ഒരു റേഞ്ചിന് പറ്റിയ സാരീസൊക്കെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അവർ. അത്യാവശ്യം നമുക്ക് ആദ്യം തന്നെ ആ ഒരു സാരി എന്താ പറയുക, കുഴപ്പമില്ലാതെ നമുക്ക് എല്ലാം അവിടെ ഒരു വലിച്ചു വാരി ഇടുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനനുസരിച്ച് തപ്പുന്നുണ്ടായിരുന്നു. ഈ ഒരു ലാവൻഡർ കളർ സാരിയാണ് നമ്മൾ അപ്പച്ചിമാർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത് കേട്ടോ. അവർക്ക് 2 പേർക്കും നമ്മൾ ഒരുപോലത്തെയാണ് എടുത്തത്. കളർ കോഡൊന്നുമില്ല, ബട്ട് അത് രണ്ടും ഞങ്ങൾ സെയിം ആയിട്ട് അങ്ങ് എടുത്തു. അതിനുശേഷം വീണ്ടും കുറേയൊക്കെ സാരി തലപ്പിയതിന് ശേഷം വെല്ലുമ്മയ്ക്കുള്ള സെറ്റും മുണ്ടും നമ്മൾ നോക്കി. എല്ലാ കളറും ഇവരെടുത്ത് കാണിച്ചതിനകത്ത് എല്ലാ സെറ്റും മുണ്ടും വെല്ലുമ്മയ്ക്കുള്ളതാണ് കേട്ടോ. ഓണത്തിന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവസാനം അതിലൊരു ഗ്രീൻ, ഈ ഗ്രീനിൻ്റെ പല കളർ നമുക്ക് ഓണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഗ്രീൻ തന്നെ അങ്ങ് എടുത്തു. അതിനുശേഷമാണ് ഈ ഒരു ബനാറസി സാരി കണ്ടത്. സത്യത്തിൽ ഈ ഒരു സാരിയും ഈ സെയിം സാധനം നമുക്ക് ഉണ്ട്, പക്ഷേ എന്നാലും അത് കണ്ടപ്പോൾ അങ്ങ് എടുത്ത് നോക്കിയത്. അതിൻ്റെ വെറൈറ്റി കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ ഗ്രീനും റെഡും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു വൈനും ഗ്രീനും ഇത് അവൾ തന്നെ എന്നിട്ട് അവളെ ഒന്ന് ഉടുത്ത് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ബൈ എൻ്റെ സംശയം, ഇവളാണോ ബ്രൈഡ് ഞാനാണോ ബ്രൈഡ് എന്നായിപ്പോയി. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ കുറേ ഒരു 1.5-2 മണിക്കൂറോളം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്ത്. അതിനുശേഷം ഒരു ധാവണി സെക്ഷനിലോട്ടും കയറി നോക്കി കേട്ടോ. ഈ ധാവണി ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ധാവണി എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ബ്ലൂവും ഈ ഒരു ഗ്രേ കളറും അടിപൊളിയായിരുന്നു. അവൾ അത് വെച്ച് നോക്കിയിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പിസ്ത ഗ്രീനും അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ആ ബ്ലൂവും ആ ഗ്രേ കളർ വരുന്ന ആ ഒരു ധാവണി ഒന്ന് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഷോളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. പക്ഷേ അത് അവൾ ഉടുത്തില്ല. വീണ്ടും നമ്മൾ തിരിഞ്ഞ് നമ്മുടെ സാരി സെക്ഷനിലോട്ട് വന്നു. അന്നേരം അയത്തേട്ടൻ ഇതുവരെ ഇത് കഴിഞ്ഞില്ലടേ എന്നായിരുന്നു ചോദിച്ചത്. കാരണം അയത്തേട്ടൻ ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ടും അവൾക്ക് ഉള്ള സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെയും നമ്മൾ കുറേ നേരം അവിടെ നിന്ന് സാരി കുറേ തപ്പി ലാസ്റ്റ് അവൾക്ക് അവിടെ നിന്ന് എടുക്കുന്നില്ല എന്ന് വരെ നമ്മൾ തീരുമാനിച്ചിരുന്നു. കാരണം ഇടുന്ന സാരി മുഴുവൻ അവൾക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്കിഷ്ടപ്പെടുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല, അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആയിട്ടാണ് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ നിന്ന് തപ്പി കളിച്ചു. അതിനുശേഷം ഒരു സെറ്റ് മുണ്ടെടുത്ത് നമ്മളൊരു പുളിയിലക്കര സെറ്റ് മുണ്ടെടുത്ത്. പിന്നെ വല്യമ്മയ്ക്കും ഒക്കെ ഉള്ള ലൈനിങ്, അമ്മയ്ക്ക് 2-3 നൈറ്റിയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ പോയത് മെൻസ് സെക്ഷനിലോട്ടായിരുന്നു. കാരണം ഈ എടുത്ത് വെച്ച സാരികൾക്ക് ഷർട്ട് എടുക്കണമല്ലോ. അപ്പം അവർക്ക് പറ്റിയ കുറേ ഷർട്ട്, ആ ഒരു സാരിയുടെ കളർ വെച്ചിട്ടുള്ള ഷർട്ട് നമ്മൾ തപ്പി ബ്ലൂവും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും പിന്നെ അവിടെ കുറേ നേരം നിന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെയൊന്നും അത്ര ടൈം എടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ടൈം പോയത് സാരി സെക്ഷനിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ഇത് അച്ചാച്ചൻ എടുത്ത ഷർട്ടാണ് കേട്ടോ. കാരണം അമ്മയ്ക്ക് എടുത്തത് ഗ്രീൻ കളർ സാരി ആയിരുന്നു. അപ്പോൾ അച്ഛന് ഗ്രീൻ കളർ ഷർട്ടും അപ്പച്ചിമാരുടെ ഹസ്ബൻഡിനൊക്കെ ബ്ലൂ കളർ, നേവി ബ്ലൂ കളർ ഷർട്ടും എടുത്ത്. ഇത് അച്ചാച്ചൻ എടുത്ത ഗ്രീൻ കളർ ഷർട്ടാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഇത്രയും നേരം കടന്ന് ടൈം കളഞ്ഞ സാധനങ്ങളാണ് ഇത്രയും ഷർട്ട് സാരികളുമാണ് കേട്ടോ. അതിനുശേഷം ബില്ല് പേ ചെയ്യാൻ വേണ്ടി താഴോട്ട് പോയി. ബില്ല് പേ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബെഡ്ഷീറ്റും ഒക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ഉണ്ടായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നേരെ താഴത്തെ ഫ്ലോറിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. അന്നേരം തന്നെ ടൈം ഏതാണ്ട് 1 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 10:30 ആയപ്പോൾ ചെന്ന് കയറിയതാണ്. പക്ഷേ 1 മണി ആകാറായി നമ്മൾ താഴത്തെ ഫ്ലോറിലേക്ക് വന്നപ്പോൾ. പിന്നെ അച്ഛന് ഷർട്ട് എടുത്ത് അതിൻ്റെ ഒരു മുണ്ടെടുക്കാനായിട്ട് നമ്മൾ പോവാണ്. മുണ്ട് കുറേ ഈ ഒരു ടൈപ്പൊക്കെ കാണിച്ചു. പക്ഷേ ഇത് തന്നെയാണ് നമ്മൾ എടുത്തത്. അവർ വേറെ ഗോൾഡൻ കരയൊക്കെ കാണിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഈ ഒരു കസവും മുണ്ടും കൂടെ കാണിച്ചു. പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ആദ്യം കാണിച്ചതായി തോന്നിയത്. കാരണം ഇത് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അതിലും നല്ലത് ഈ ഒരു ഗോൾഡൻ ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു മുണ്ടാണ് കേട്ടോ, ഡബിൾ മുണ്ടാണ് എടുത്തത്. അതിനുശേഷം നമുക്ക് കല്യാണത്തിനൊക്കെ
എപ്പോഴും ആവശ്യമാണ് കാവിമുണ്ട്. കാരണം കല്യാണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് മുണ്ടാണല്ലോ അത്യാവശ്യം. അപ്പോൾ നമ്മൾ കുറേ കാവിമുണ്ട് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഒരു 6-7 കാവിമുണ്ടും 2-3 ലുങ്കിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ. ഈ ലുങ്കിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം തിരഞ്ഞ് തന്നെ എടുക്കണം. കാരണം ചില മുണ്ടൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തത് കാണും. അപ്പോൾ നമ്മളത് കുറേ തപ്പിയെടുത്താണ് കേട്ടോ ആ ലുങ്കി മുണ്ടൊക്കെ നമ്മൾ എടുത്തത്. കാരണം ചിലതൊക്കെ ഭയങ്കരമായിട്ട് 1-2 തവണ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കൊള്ളില്ലാതായിപ്പോൾ. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഒരു ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി കുറേ വർഷങ്ങളായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ആളെ പോയി കണ്ട്, അയ്യോ അമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ ആയിത്തേണ്ണെ കണ്ടപ്പോൾ ആയിത്തേണ്ണെ ആളെ അറിയാം, പക്ഷേ അങ്ങനെ റിലേഷനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു ബ്ലൗസിന് തുണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നമ്മുടെ മെയിനായിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവർ തോർത്ത് അതൊക്കെ പോയി നമ്മൾ മേടിച്ച് ഇനിയാണ് നമ്മൾ ബില്ലടയ്ക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ബില്ലടിക്കാൻ പോകുമ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചു വാരി അങ്ങ് എടുക്കും. പക്ഷേ ബില്ലടിക്കാൻ ചെല്ലുമ്പോഴാണല്ലോ ഇതിൻ്റെ കറക്റ്റ് ലാസ്റ്റ് നമുക്ക് തിരിച്ചിടണോ വേണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. ബില്ല് വന്നപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. കാരണം ഒത്തിരി പേയ്മെൻ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു നമുക്ക് ബില്ലടിച്ച് വന്നപ്പോഴത്തേക്ക്. ഞങ്ങൾ വിചാരിച്ചു എബവ് ഒരു 20,000 മേളിൽ പോവായിരിക്കും. പക്ഷെ പോയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് ആ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ നമ്മൾ ഒത്തിരി ക്ഷീണിച്ചു കേട്ടോ. കാരണം നമ്മൾ 10:30-10:45 തൊട്ട് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയതാണ്. ഭയങ്കരമായിട്ട് ഞങ്ങൾ മടുത്തായിരുന്നു. പിന്നെ കുറേ നേരം നമ്മുടെ മേടിച്ച സാധനങ്ങൾ ഇങ്ങനെ കൈ കിട്ടാൻ നോക്കി നിന്നു. അവിടുന്ന് പിന്നെ ഒരു ബാഗിലും 3-4 കവറിലൊക്കെയാണ് നമുക്ക് തന്നത്. അതും മേടിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ നല്ല രീതിയിൽ വിശന്നാണ് ഞങ്ങൾ 3 പേര് നിന്നത്. അവിടുന്ന് നേരെ നമ്മുടെ KSRTCയുടെ ഓപ്പോസിറ്റുള്ള മരീന ഫാമിലി റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ ചങ്ങനാശ്ശേരി അങ്ങനെ വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ നോക്കിയാണ് വന്നത് റെസ്റ്റോറൻറ്റ്. നമ്മൾ കൂടുതലും കോട്ടയമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചങ്ങനാശ്ശേരി വല്ലപ്പോഴേ വരാറുണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയും ചേട്ടനും അവിടുത്തെ സ്പെഷ്യൽ കൈതി ബിരിയാണിയാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് നാളത്തേക്ക് വെജിറ്റേറിയൻ ആക്കിയതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു വെജ് ഫ്രൈഡ് റൈസും അതുപോലെ നമ്മുടെ പനീർ ബട്ടർ മസാലയാണ് ഓർഡർ ചെയ്തത്. അവരുടെ ഫുഡാണ് കേട്ടോ ആദ്യം വന്നത്. അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ തന്നെ ചേച്ചിയുടെ സന്തോഷമാണ് ഇപ്പോൾ നിങ്ങളാ കണ്ടത്. അപ്പോൾ എൻ്റെ ഫുഡും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു കേട്ടോ. ഈ പനീർ എന്ന് കഴിച്ചാലും എനിക്ക് പെട്ടെന്ന് തന്നെ മക്കടിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ബാക്കി ഭക്ഷണം പാഴ്സൽ ചെയ്തു. കാരണം ഞാൻ അത് മുഴുവൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ ഇടപ്പറമ്പിലേക്കാണ് കേട്ടോ പോയത്. വേറെ ഒന്നുമല്ല, നമ്മൾ ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് തന്നെ പോവാണ്. അവൾ അവിടുന്ന് സാരി എടുത്തില്ല ഗൈസ്. ഞങ്ങൾ നേരെ ഇടപ്പറമ്പിൽ വന്നു. അവിടെയും പിന്നെ സാരി സെക്ഷനിൽ പോയി കുറേ സാരീസൊക്കെ നോക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ ആദ്യം കുറച്ച് മോഡൽസ് കയ്യിലുണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരെ വെറുതെ എല്ലാം കൂടെ വലിച്ചിട്ടുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കാണിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടെ പഴയ പോലെ തന്നെ അവിടെയുള്ള ഷെൽഫിലെ സാരി മുഴുവൻ നിവർത്തിയിട്ട് പിന്നീടുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. ലാസ്റ്റ് ഈ ഒരു ബ്ലൂ കളർ സാരിയിലോട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ആ ഒരു ബ്ലൂ കളർ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ പല വെറൈറ്റീസ് ഓഫ് കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ബ്ലൂ ആണ് സെലക്ട് ചെയ്തത് കേട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ ആ സാരിക്ക് വേണ്ട അണ്ടർസ്കേർട്ടും ബ്ലൗസിനുള്ള മെറ്റീരിയൽസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ കിഡ്സ് സെക്ഷനിലോട്ടാണ് പോയത്. കാരണം കിച്ചു നീക്കള് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവൻ ഷർട്ട് ഇടുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് കല്യാണത്തിന് ഷർട്ടല്ലല്ലോ, ഇച്ചിരി കുർത്തയല്ലേ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഷർട്ട് നോക്കണ്ട, നമുക്ക് കുർത്ത നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ നമുക്ക് കുർത്ത കാണിക്കുകയാണ്. ഇതൊരു റോയൽ ബ്ലൂ കളറായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേവി ബ്ലൂ ആണ് നമ്മുടെ സാരിയുടെ കളർ ആയതുകൊണ്ട് അവരോട് നേവി ബ്ലൂ കളർ കുർത്ത ചോദിച്ചു. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ആ നേവി ബ്ലൂ കളർ അവരെടുത്ത് തന്നു കേട്ടോ. ഇത് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ കൂടെ നമുക്കൊരു പാൻറ്റൊക്കെ ഉണ്ടായിരുന്നു ചെറുത്. അപ്പോൾ അത് ഞങ്ങൾ ഫിക്സ് ചെയ്ത് അത് ആ ബില്ലെടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ചേട്ടനെ കൊണ്ട് അത് ബില്ല് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം ഇവിടെയും വലിയ തിരക്കില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് നമ്മുടെ ഡ്രസ്സ് കൈ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സും അവിടെ നിന്ന് മേടിച്ച് നമ്മൾ എസ്മിന്ന് എടുത്ത് ഡ്രസ്സും മേടിച്ചുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ഇനി എവിടെയും സ്റ്റോപ്പില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം,